മധ്യ കേരളത്തിലെ ഒരു പ്രധാന നഗരമാണ് കോട്ടയം. കോട്ടയത്ത് കുന്നേൽ KJ ജോസഫിൻ്റെയും ഏലിയാമ്മ ജോസഫിൻ്റെയും 8 മക്കളിൽ 8ാമനായിട്ടാണ് ചെറിയാൻ K ജോസഫ് എന്ന ശ്രീ പ്രേംപ്രകാശിൻ്റെ ജനനം. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന നടൻ ജോസ് പ്രകാശിൻ്റെ സഹോദരനാണ് ശ്രീ പ്രേംപ്രകാശ്. ശ്രീ ജോസ് പ്രകാശിൻ്റെ സഹായത്തോടെ സിനിമയിൽ പാടാൻ ശ്രമം തുടർന്ന ശ്രീ പ്രേംപ്രകാശ് തൻ്റെ തട്ടകം അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞ് അഭിനയ രംഗത്തേക്ക് ചുവടുമാറ്റി 100ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ഒട്ടനവധി നല്ല മലയാള സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു ശ്രീ പ്രേംപ്രകാശ്. ആയിരത്തി 1979 ശ്രീ പത്മരാജൻ തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീ പ്രേംപ്രകാശ് എന്ന നിർമ്മാതാവിൻ്റെ തുടക്കം. പെരുവഴി അമ്പലം മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ മികച്ച 2ാമത്തെ ചിത്രമായി കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. സിനിമയുടെ ജാടകളില്ലാത്ത വേറിട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായ ശ്രീ പ്രേംപ്രകാശ് തൻ്റെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. പെരുവഴിയമ്പലം എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നാഴികക്കല്ലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുവരെ 18 സിനിമകൾ നിർമ്മിച്ചു. ഇന്നും പെരുവഴിയമ്പലത്തിൻ്റെ നിർമ്മാതാവായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആദ്യമായി ചെയ്യുന്ന പടം എന്നുള്ളതിലെ ഒരു പ്രൊഡ്യൂസർ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ച ഒരു സിനിമയാണ് പെരുവഴിയമ്പലം. ഞങ്ങൾ വളരെ പരിമിതമായ ചെലവിൽ എടുത്ത പടമാണ്. അതുപോലും എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. എന്നെ അന്ന് സഹായിച്ചത് അന്തരിച്ചു പോയ എൻ്റെ സുഹൃത്ത് കാഞ്ഞിക്കൽ കുഞ്ചപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അലി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, പിന്നെ എൻ്റെ സഹോദരൻ തോമസ്. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ സഹായത്തോടുകൂടി, സാമ്പത്തിക സഹായം കൂടി ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അവരൊക്കെ എൻ്റെ കൂടെ നിന്നു. അതുപോലെ പത്മരാജനും. ആ സിനിമയിൽ ഹേർഡിൽസ് എന്ന് പറയുന്നത് നെയ്യാർ ഡാമിൽ ഒരു സെറ്റിട്ടു, ഒരു വീട്. അത് KPS ലളിത താമസിക്കുന്ന ആ വീട് ഒരു സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ സാധാരണ പറയുന്ന പോലെ ഒരു വലിയ കൂറ്റൻ സെറ്റ് എന്നല്ല, ഒരു വീടാണ്. പക്ഷേ അവിടെ ഭീകരമായ വെള്ളപ്പൊക്കവും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. 3 തവണയോ 2 തവണയോ ആ വീട് തകർന്നു. എങ്കിലും പത്മരാജനെ പോലെയുള്ളവരുടെ സഹായം, ആർട്ടിസ്റ്റുകളുടെ സഹായം, അതുകൊണ്ടാണ് ആ പടം തീർക്കാൻ പറ്റിയത്. എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഭരത് ഗോപി അതിലുണ്ട്, ആ പടത്തിലുണ്ട്. KPS ലളിതയുണ്ട്, അടൂർ ഭവാനിയുണ്ട്, അസീസുണ്ട്, എൻ്റെ ബ്രദർ ജോസ് പ്രകാശുണ്ട്. അതിലൊക്കെ ഉപരി അശോകൻ എന്ന ഒരു നടനെ സിനിമയ്ക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് പെരുവഴിയമ്പലം എൻ്റെ ജീവിതമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നതാണ്. ആ സിനിമ തിയേറ്ററിൽ കാര്യമായിട്ട് പോയില്ല. അതൊരു ക്ലാസിക് പടമാണ്. അന്നും ഇന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത പടം. തിയേറ്ററിൽ അധികം പോയില്ല. എങ്കിലും അതിന് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അശോകൻ എന്ന ഒരു വലിയ നടനുണ്ടായി. ഇതൊക്കെ തന്നെയാണ് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിലുള്ള എൻ്റെ ഭാഗ്യം. ഞാൻ ഡൽഹിയിൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും പത്മനാഭനും കൂടെയാണ് പ്രസിഡൻറ്റിൻ്റെ നിന്ന് അവാർഡ് മേടിക്കാൻ പോയത്. ഞാൻ അവാർഡ് മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഞാൻ പത്മരാജൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത്. ഈ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു മെഡൽ വാങ്ങിക്കാനുള്ള അർഹത ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ പത്മരാജൻ പറഞ്ഞു, ഒരു നിർമ്മാതാവില്ലെങ്കിൽ സിനിമയില്ലല്ലോ, അതിനെ എന്നും തിരിച്ചും ആ കടപ്പാടുണ്ട്. ഇതൊന്നും ഞാൻ മറക്കുന്നില്ല. ഒത്തിരി സംഭവങ്ങളാണ് പത്മരാജനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാവുന്ന ബന്ധമായിരുന്നില്ല. പെരുവഴിയമ്പലത്തിന് ശേഷം കൂടെ ഇവിടെ ചെയ്യുമ്പോഴും അത് പത്മനാഭനാണ് ചെയ്തത്. പറന്ന് അങ്ങനെ 3 ചിത്രങ്ങൾ ഞാൻ നിർമ്മിച്ചു. 3ഉം പത്മരാജൻ തന്നെയായിരുന്നു. എന്താ പറഞ്ഞ, ഞാൻ എപ്പോഴും ആ വലിയ വ്യക്തി ഞാൻ എന്നും നമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ്, അകാലത്തിൽ പൊഴിഞ്ഞുപോയ ഒരാളാണ് പത്മരാജൻ. ഇന്നും
അദ്ദേഹം മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നും ആ കുടുംബവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധ, മകൻ അനന്തപത്മനാഭൻ, മകളും മാധു ഇപ്പോഴും ഞങ്ങളുടെ കുടുംബ അംഗങ്ങളെപ്പോലെയാണ്. പത്മരാജൻ്റെ തന്നെ ഇനിഷ്യേറ്റീവിലാണ് ഞാൻ ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പൗത്രൻ, കെ ജി ജോർജ് സംവിധാനം ചെയ്ത രാപ്പാടികളുടെ ഗാഥ, മോഹൻ്റെ ഇടവേള, ഇതിലെല്ലാം ഞാൻ അഭിനയിക്കേണ്ടി വന്ന പത്മരാജനും കൂടെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒന്ന്, ഞങ്ങൾ എവിടെ ഷൂട്ടിങ്ങിന് പോയാലും ഞങ്ങൾ ഒരു മുറിയിലാണ് താമസിച്ചത്. 2 പേരും ഒരു മുറിയിലാണ് താമസിച്ചത്. ആ ബന്ധം മരണം വരെ തുടർന്നു. എന്നും ഞാൻ നന്ദിയോടെ പത്മരാജനെ ഓർക്കുകയാണ്. കൂടെ ഇവിടെ നിർമ്മിക്കുമ്പോൾ അവിടെയാണ് പ്രകാശ് മൂവി ടൗൺ എന്ന ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത്. ഈ ബാനറിൽ എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ 2-3 പടം എടുത്തിട്ടുണ്ട്. 1000 കണ്ണുകൾ പോലെയുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കൂടെ ഇവിടെ നിർമ്മിച്ചത് ഞാനും ജ്യേഷ്ഠൻ്റെ മകൻ രാജനും, പിന്നെ അവൻ്റെ അനിയൻ ഷാജി, പിന്നെ ഊട്ടിയിലെ എൻ്റെ ജോസ് പ്രകാശിൻ്റെ മകൾ എൽസമ്മയുടെ ഭർത്താവ് PC തോമസ്. ഞങ്ങൾ 4 പേര് കൂടിയാണ് ആ പടം നിർമ്മിച്ചത്. പക്ഷേ പൂർണ്ണമായിട്ടും എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ആ പടം ചെയ്തത്. ആ പടത്തിൻ്റെ കാര്യം പറഞ്ഞാലും അത് പെരുവഴിയമ്പലം പോലെ തന്നെ ഇന്ത്യൻ പനോരമയിൽ വന്നു. കൂടെയിലൂടെ റഹ്മാൻ എന്നൊരു നടനെ കിട്ടി. ഇതൊക്കെ ഭാഗ്യമാണ്, അതും ഭാഗ്യമാണ്. റഹ്മാൻ എന്നൊരു വലിയ നടൻ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. സുഹാസിനി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച പടം, മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, എൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് 1983-ലാണ്. അത് കൂടെവിടെയാണ്. വളരെ വളരെ ഓർമ്മകളുണ്ട്. ഊട്ടിയിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. വളരെ സന്തോഷപ്രദമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും അവസരങ്ങളുമാണ്. അത് ഷൂട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ മകളുടെ ഉടമയിലുള്ള ബുഷപ്പേട്ട് പബ്ലിക് സ്കൂൾ, അവിടെയാണ് ചെയ്തത്. അതുമൊക്കെ നല്ല ഓർമ്മകളാണ്. ആ പടത്തിനും ഈ പറഞ്ഞ പോലെ ധാരാളം അവാർഡുകൾ കിട്ടി. ഒത്തിരി ഇന്നും ജനങ്ങൾ പറയുന്ന ഒരു പടമാണ് കൂടെവിടെ. ഇതിന് ശേഷവും നിർമ്മാണ പ്രക്രിയ തുറന്നുകൊണ്ടിരുന്നു. ശശികുമാർ കുറേ പടങ്ങൾ ചെയ്തു. എൻ്റെ കാണാക്കുയിൽ, കുഞ്ഞാറ്റക്കിളികൾ, കെ മധു ചെയ്തു, ഒരുക്കം മുതലായ പടങ്ങൾ. പിന്നെ ആ കൂട്ടത്തിൽ ചെയ്ത പടങ്ങളിൽ സിബി മലയിൽ ചെയ്ത ആകാശദൂത്, അത് എഴുതിയത് എൻ്റെ മൂത്ത സഹോദരി തങ്കമ്മ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയുടെ മകൻ ഡെന്നീസ് ജോസഫാണ്. ഡെന്നീസ് ന്യൂഡൽഹി നിറക്കൂട്ട് പോലെയുള്ള പടങ്ങൾ എഴുതി കത്തി നിൽക്കുന്ന സമയത്താണ് ആകാശദൂതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അതിന് ഒരു വിദേശ ടെലിഫിലിമിൻ്റെ ഛായ അതിലുണ്ട് എങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് കഥാപാത്രങ്ങളെയൊക്കെ അത് പ്രതിഷ്ഠിച്ച് നല്ല രീതിയിലുള്ളൊരു വൻപിച്ച വിജയമാക്കി തീർക്കാൻ സഹായിച്ചത് ഡെന്നീസിൻ്റെ തിരക്കഥ തന്നെയാണ്. കൂടെ സിബി മലയിലെ സംവിധാനം. മലയാളികൾ ഇത്രയധികം കരഞ്ഞ ഒരു ചിത്രമില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് ഞങ്ങൾക്കത് മുഴുവൻ കാണാൻ പറ്റുന്നില്ല, ഇത്ര സെൻറ്റിമെൻ്റൽ. പക്ഷേ ഇന്നും മലയാളം മറക്കാത്ത ഒരു സിനിമയാണ് ആകാശദൂത്. കുറേ പടങ്ങൾ, രാജസേനൻ, കുറേ ദില്ലി വാല രാജകുമാരൻ പോലെയുള്ള പടങ്ങൾ. അതുപോലെ പുത്രൻ എന്നൊരു സിനിമ എടുത്തു. ആ സിനിമ വമ്പിച്ച പരാജയമായിരുന്നു. ജൂഡ് അട്ടിപ്പേറ്റിയാണ് സംവിധാനം ചെയ്തത്. അതിൻ്റെ കഥയുടെ കുഴപ്പമോ സംവിധാനത്തിൻ്റെ കുഴപ്പമോ ഒന്നുമല്ല. അതെന്തുകൊണ്ടോ ജനങ്ങൾക്ക് താല്പര്യപ്പെട്ടില്ല. മിഖായലിൻ്റെ സന്തതികളെന്ന ഒരു സീരിയലുണ്ടായിരുന്നു. അതിനെ ചുവട് പിടിച്ച് ചെയ്തതാണ് ഈ പടം. അതെൻ്റെ താല്പര്യമായിരുന്നു ആ സിനിമ. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് ബിജു മേനോനാണ്. ബിജു മേനോൻ്റെ ആദ്യ ചിത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ആഹ്ലാദം തോന്നുന്നു ഞാൻ നിമിത്തമായ പല കാര്യങ്ങൾ. അശോകൻ പെരുവഴിയമ്പലത്തിലൂടെ, റഹ്മാൻ കൂടെവിടെയിലൂടെ, പുത്രൻ എന്ന സിനിമയിലൂടെ ബിജു മേനോൻ, പിന്നെ ജോണി വാക്കർ പടം. രഞ്ജിത്താണ് എൻ്റെ തിരക്കഥ. നമ്മുടെ പ്രസിദ്ധനായ സംവിധായകൻ രഞ്ജിത്ത്. ജയരാജാണ് സംവിധാനം. ഇന്നും യുവഹൃദയങ്ങളിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു പടമാണ് ജോണി വാക്കർ. മമ്മൂട്ടിയുടെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം. കുറേ പാട്ടുകൾ, SP വെങ്കടേഷിൻ്റെ പാട്ടുകൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്.
അന്ന് ഗിരീഷ് അത്ര പ്രശസ്തനല്ല, അറിയപ്പെടാത്ത എന്തോ ഗാനങ്ങളൊക്കെ എഴുതി. പക്ഷേ ആ മനുഷ്യൻ ജോണി വാക്കറിലൂടെ എത്രയോ നല്ല പാട്ടുകൾ, ശാന്തമീ രാത്രിയിൽ പോലെയുള്ള പാട്ടുകൾ, ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്നും ജനഹൃദയങ്ങളിൽ തത്തിക്കളിച്ച് നടക്കുന്ന പാട്ടാണത്. അങ്ങനെ ജോണി വാക്കർ 18 പടങ്ങളിൽ ശിബിമലയിൽ 3-4 പടം ചെയ്തു, കെ മധു 2 പടം ചെയ്തു, ജയരാജ് 2 പടം ചെയ്തു, ജോണി വാക്കറും ഹൈവേയും, രാജസേനൻ 2 ചിത്രങ്ങൾ, സിബി 3 ചിത്രങ്ങൾ, അങ്ങനെ കുറേ സിനിമകളാണ് ഞാൻ എടുത്തത്. എനിക്ക് എൻ്റെ അഭിനയ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു 100 പടങ്ങളൊക്കെ അഭിനയിച്ചു. വളരെ ചെറുതെങ്കിലും പ്രസക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു. എങ്കിലും എനിക്ക് ഏറ്റവും നല്ല സ്വഭാവ നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് നിർണായകം എന്ന ചിത്രത്തിലൂടെയാണ്. അതിന്നും വളരെ സന്തോഷപൂർവ്വം ഞാൻ ആലോചിക്കുന്ന ഒരു അവാർഡാണ്. ആഗ്രഹിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റി, ആ പടം, ആ റോൾ ചെയ്യാൻ പറ്റി. അതിൻ്റെ സംവിധായകനായ VK പ്രകാശിനോടും അത് രചിച്ച തിരക്കഥ എഴുതിയ എൻ്റെ മക്കൾ ബോബിയോടും സഞ്ജുവിനോടും ഒക്കെ എനിക്ക് നന്ദിയുണ്ട്. വ്യക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ ചില വേഷങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നടൻ എന്നുള്ള നിലയ്ക്കാണ്. കുറച്ചുകൂടെ പ്രാമുഖ്യമുള്ള വേഷങ്ങൾ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിർമ്മിച്ച 18 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. അതിൽ തന്നെ 5-6 സിനിമയിലേ ഞാൻ അഭിനയിക്കുന്നു. അഭിനയ മോഹമല്ല, കിട്ടുന്ന കഥാപാത്രത്തെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. ഞാനൊരു വലിയ നടനാണെന്നോ ഒന്നും ഒരിക്കലും അവകാശപ്പെടാനില്ല, തീർച്ചയായിട്ടുമില്ല. പക്ഷേ തരുന്ന ക്യാരക്ടർ അത് ബിഹേവ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അമ്മ എന്നും പള്ളിയിൽ പോകുന്ന സ്വഭാവമുണ്ട് അമ്മയ്ക്ക്. എന്നെ കൂട്ടിക്കൊണ്ട് പോകും, ഞാൻ പയ്യനാണല്ലോ. അങ്ങനെ സെക്രട്ടേറിയറ്റ് മൗണ്ട് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും ഞങ്ങളുടെ ഇടവകയല്ല, ഇടവക കോട്ടയം ലൂർദ് ചർച്ചാണ്. ഇത് ക്നാനായ കാത്തലിക് ചർച്ചാണ്. എങ്കിലും എല്ലാം ഒന്ന് തന്നെയല്ലേ, ഏത് വിഭാഗത്തിലാണല്ലോ ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാം ക്രൈസ്റ്റിന് വിശ്വസിക്കുന്നു, വി ആർ അണ്ടർ ദ പോപ്പ്, ഇതൊക്കെ വിശ്വാസമുള്ളതല്ലേ, നമുക്ക് ഏത് പള്ളിയിൽ പോയി കുഴപ്പമില്ല. അപ്പം സെക്രട്ടേറിയറ്റ് മൗണ്ടാണ് ശരിക്കും എൻ്റെ കുർബാന സ്വീകരണം നടന്നത് അവിടെയാണ്. ഞാൻ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടുന്ന സ്ഥലം അതാണ്. അങ്ങനെ പള്ളിയിൽ പാടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കൊയറിൽ കുറേ കാലത്തിന് ശേഷം ലൂർദ് ഞങ്ങളുടെ ഇടവകയിലേക്ക് മാറി, അവിടുത്തെ മുഖ്യ ഗായകനായിട്ട് മാറി ഞാൻ. എല്ലാ ഞായറാഴ്ചകളിലും കൊയർ. അതോടൊപ്പം കോട്ടയത്ത് ക്രൈസ്റ്റ് കിങ് കത്തീഡ്രൽ, അന്ന് ബഹുമാനപ്പെട്ട കുന്നശ്ശേരി തിരുമേനി ഇരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിനും ഞങ്ങളൊക്കെ വലിയ കാര്യമാണ്. അവിടെ പോയി പാടുമായിരുന്നു കൊയർ. അപ്പോൾ ഈ കൊയർ സമയത്തൊക്കെ ഞങ്ങളുടെ കൊയർ മാസ്റ്ററായിരുന്ന ആളാണ് AJ ജോസഫ്. ഈ AJ ജോസഫിനെ എല്ലാവരും ഒന്നും അറിയില്ല. പക്ഷേ എല്ലാ ക്രിസ്തുമസ് കാലങ്ങളിലും AJ ജോസഫിൻ്റെ ഗാനം കേൾക്കാത്ത ഒരു ക്രിസ്ത്യാനിയുമില്ല. നിങ്ങൾക്കറിയാം, യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, ആ പാട്ടൊക്കെ ചെയ്തയാളാണ് ഞാനീ പറയുന്നത്. എത്ര മനോഹരമായ പാട്ടുകൾ! ഈ യേശുദാസ് പാടി നമ്മൾ കേൾക്കുന്ന എല്ലാ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും AJ ജോസഫിൻ്റെ കീഴിലുള്ളത്. ആദ്യം പാടിയത്, പള്ളിയിൽ പാടിയത് ഞാനാണ്. കാരണം ജോസഫ് ആദ്യം ഈ പാട്ട് പഠിപ്പിക്കുന്നത് എന്നെയാണ്. എൻ്റെ കൂടെ എൻ്റെ മോള് തങ്കവും പാടും. അവിടെ വേറെ കുറേ പാട്ടുകാർ കൊയറുണ്ട്, കൊയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ജോസഫിനെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിർമ്മിച്ച 2 സിനിമകളിലെ സിനിമ ഗാനങ്ങൾ സംവിധാനം ചെയ്യാൻ അവസരം കൊടുത്തു. ഒന്ന് എൻ്റെ കാണാക്കുയിൽ, പിന്നെ ഒന്ന് കുഞ്ഞാറ്റക്കളികൾ. നമ്മുടെ ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരേ സ്വരം ഒരേ നിറം, ആ പാട്ടൊക്കെ ജോസഫ് ചെയ്തതാണ്. ജോസഫിൻ്റെ ഗാനങ്ങൾ എന്നും ക്രിസ്തീയ സഭയിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകൾ. കാവൽ മാലാഖമാരേ
കണ്ണടയ്ക്കരുതേ. എന്ത് സുന്ദരമായ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് ഈ പാട്ട് കേട്ടിട്ടുള്ള ഇതുവരാണ് ഞാൻ ജോസഫിന് അവസരം കൊടുത്തത്. എനിക്ക് അതിനുശേഷം കോട്ടയം ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും അവിടെ കുരിശിൻ്റെ വഴിയുണ്ട്. കഴിഞ്ഞ 22 വർഷമായിട്ട് അവിടെ ഞാൻ പാടുന്നുണ്ട്. ഞങ്ങൾക്കൊരു നല്ല കൊയറുണ്ട്. വളരെ ഹൃദയസ്പർശിയായ പാട്ടുകളാണ് അവിടെ പാടുന്നത്. ആ കുരിശിൻ്റെ വഴിയിലുള്ള ആ പാട്ടുകൾ ഞാൻ ഓരോ കുരിശിൻ്റെ വഴിയിൽ ഓരോ വർഷവും ചെല്ലുമ്പോൾ അവിടെ ആ കുരിശടിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അടുത്ത വർഷവും ഇവിടെ വന്ന് പാടുവാനുള്ള അവസരം എനിക്ക് ദൈവം തന്നു. മുറിവും മുൾമുടിയും നീണമാർന്നിടുമ്പോൾ ഉയരെ കാൽവരിയിൽ കുരിശേന്തിടുമ്പോൾ കാരിരും ആ പാട്ട് വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ കുരിശിൻ്റെ വഴിക്ക് ഞാൻ പാടാറുണ്ട്. ജോസഫിൻ്റെ പാട്ടുകളെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഒരു പാട്ട് എടുത്ത് പറയേണ്ടി വരും. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നൊരുറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ ഭാര്യ ഡേസി കോളേജിൽ ഞാൻ പറഞ്ഞു BCM കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു. മക്കൾ 3 പേര്. എൻ്റെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളിലും ഞാൻ തിരഞ്ഞെടുത്ത കഥകളിലും ഒക്കെ എൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട്. പല കഥകളും ഇന്ന കഥ നമുക്ക് സിനിമയ്ക്കാക്കിയാലോ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പറയുന്ന ആളാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ഒക്കെ എന്നോടൊപ്പം നിൽക്കുന്നു. അതുപോലെ മക്കൾ. ബോബി സഞ്ജുവിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ വീട് അപ്പൂൻ്റെയുമാണ്. ആ പടം പ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ തന്നെയാണ്. നമ്മുടെ സിബി മലയാണ് സംവിധാനം ചെയ്തത്. അതിനും പനോരമയിൽ അവാർഡ് കിട്ടി. ഇന്ത്യൻ പനോരമയിൽ വന്നു, അവാർഡുകൾ കിട്ടി. ദേശീയ അവാർഡ് ജയറാമിൻ്റെ മകൻ കാളിദാസിന് കിട്ടി. ഇതൊക്കെ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആൾക്കാർക്കാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു നിമിത്തമായി തീർന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. കുടുംബജീവിതത്തെപ്പറ്റി ഞാൻ പറഞ്ഞ് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. 8 മക്കളുള്ളൊരു കുടുംബം, മാതാപിതാക്കൾ വളരെയധികം ഡൗൺ ടു എർത്തായിട്ടുള്ള മാതാപിതാക്കൾ. ജോസ് പ്രകാശ് എന്ന നിങ്ങളറിയപ്പെടുന്ന ക്രൂരനായ വില്ലൻ എന്ന് പറയുന്ന ആ എൻ്റെ ജ്യേഷ്ഠൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പാവമായ ഒരു മനുഷ്യനാണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒത്തിരി കടപ്പാടുണ്ട് എനിക്ക്. ഒരു അനുജനായിരുന്നില്ല ഞാൻ, ഒരു മകനായിരുന്നു ഞാൻ. കാരണം പുള്ളി 1-ാമനും ഞാൻ 8-ാമനുമാണ്. അപ്പോൾ ആ കരുതൽ, ആ സ്നേഹം ഒത്തിരി അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ കൂടുതലും, കാരണം എന്നെ ഒരു മകൻ്റെ സ്ഥാനത്താണ്. എല്ലാവരും എന്നെ മൂത്തതാണ്. അതൊക്കെ എന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഓർമ്മകളാണ്. ഞാൻ എന്നും ഓർക്കും ഇവരെയൊക്കെ, മാതാപിതാക്കളെയും. അവരുടെ ആദ്യകാലത്ത് അനുഭവിച്ചിട്ടുണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾ വളർത്താനും വലുതാക്കാനും ഒക്കെയുള്ള, അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ വളരെ നിർബന്ധമായിരുന്നു വൈകുന്നേരങ്ങളിലുള്ള കുർബാന പ്രാർത്ഥന. അത് 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം, നിർബന്ധമാണ്. അത് ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലും ഇന്നും തുടരുന്നുണ്ട്. കാരണം അമിത ഭക്തിയൊന്നുമുള്ള ആളൊന്നുമല്ല ഞാൻ.
എന്നും പള്ളിയിൽ പോവുക, അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല. പക്ഷേ വളരെ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളെല്ലാവരും. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഫലം ദൈവം തന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. എൻ്റെ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു വലിയ ആരാധികയായിരുന്നു. എന്തുണ്ടെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ പേരിൽ നേർച്ച നേരുക, മാതാവിൻ്റെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇത് പഠിച്ചു വന്നയാളാണ്. അപ്പം അത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ദൈവഭക്തി. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഇതുവരെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും 3 പേരും, ഞാൻ പറഞ്ഞല്ലോ 2 പേര് ഇവിടെയുണ്ട്, ബോബിയും സഞ്ജയും കേരളത്തിലുണ്ട്, മോള് തങ്കം അവർ കുട്ടികളോടും ഭർത്താവിനോടും അമേരിക്കയിലാണ്. എങ്കിലും എന്നും വിളിക്കും, അത് തന്നെ സന്തോഷം. ഒരു സാധാരണ ലളിത ജീവിതം നയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിർമ്മാതാവിൻ്റെ പ്രൗഢിയോ ഒരു സിനിമ നടൻ്റെ ജാടകളോ ഒന്നും, ജാട എന്നുള്ള അർത്ഥം ഞാൻ ആ വാക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, ഒന്നും എനിക്കില്ല. വളരെ സാധാരണ ഒരു കുടുംബത്തിലാണ് ഞാൻ കഴിയുന്നത്. എൻ്റെ ജീവിതം അതാണ്. ഞാൻ എന്നും, അതെൻ്റെ സ്വകാര്യമാണെങ്കിൽ ഞാൻ പറയുകയാണ്, എന്നും ഞാൻ രാവിലെ എഴുന്നേറ്റാലുടൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാപിതാക്കളോടാണ്. ദൈവത്തോടൊപ്പം മാതാപിതാക്കളുടെ അടുത്താണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞാൻ മനസ്സിൽ കരുതാറുണ്ട്, അവരുടെ പ്രാർത്ഥന, അവരുടെ അനുഗ്രഹം, അതാണ് ഇങ്ങനെയൊക്കെ നിലനിർത്താൻ ദൈവം സഹായിക്കുന്നത്. സിനിമയിൽ വന്നിട്ട് 55 വർഷങ്ങൾ കഴിഞ്ഞു, സിനിമ ജീവിത ഫീൽഡിൽ വന്നിട്ട്. ഇതിനോടകം 25 or 26 സീരിയലുകളിൽ അഭിനയിച്ചു. സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഗതി കൂടി എനിക്കുണ്ട്, അത് എൻ്റെ സീരിയൽ നിർമ്മാണമാണ്. ഞാൻ നിർമ്മിച്ചത് 3 സീരിയലുകളാണ്. അവസ്ഥാന്തരങ്ങൾ, അവിചാരിതം, ആഗ്നേയം, എല്ലാം ആയിൽ തുടങ്ങുന്നതാണ്. അതിൽ അവസ്ഥാന്തരങ്ങൾ ചെയ്തത് ജൂഡ് അട്ടിപ്പേറ്റിയാണ്. അവിചാരിതം ചെയ്തത് KK രാജീവാണ്. ആഗ്നേയം ചെയ്തതും KK രാജീവാണ്. ഈ 3 സീരിയലിനും ഏറ്റവും നല്ല അതാത് വർഷങ്ങളിലെ സീരിയലിനുള്ള അവാർഡ് ലഭിച്ചു. മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർക്കും, ഒരു സീരിയൽ പ്രൊഡ്യൂസർക്കും അത് അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ. 3 സീരിയലിനും ബെസ്റ്റ് സീരിയൽ അവാർഡ് കിട്ടി. അവസ്ഥാന്തരങ്ങൾക്ക് 7 സ്റ്റേറ്റ് അവാർഡുണ്ട്, അവിചാരിതത്തിന് 5 സ്റ്റേറ്റ് അവാർഡുണ്ട്, ആഗ്നേയത്തിന് 6 സ്റ്റേറ്റ് അവാർഡുണ്ട്. ഇതൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെ കഴിവാണ്. ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എനിക്ക് ടെലിവിഷൻ രംഗത്തൊരു പേരുണ്ടാക്കി തന്നത് KK രാജീവാണ്. അദ്ദേഹത്തിൻ്റെ സീരിയലിൽ കൂടിയാണ് എന്നെ കൂടുതൽ പേര് അറിയുന്നത്. അതുപോലെ AM നസീർ, സജി സുരേന്ദ്രൻ, ഒത്തിരി പേര് അവരുടെ, ധാരാളം പേര്, ശിവമോഹൻ തമ്പി, ഇവരൊക്കെ സീരിയലുകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ കലാരംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംതൃപ്തിയുണ്ട്. ജീവിതം എപ്പോഴും ഞാൻ പറയാറില്ലേ, ഒരു ജീവിതമേ മനുഷ്യനുള്ളൂ. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുകയും സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ കൊച്ചുമക്കളും കസിൻസും എല്ലാം ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ കൂടും. ഭയങ്കര രസമാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും തമാശകളുമൊക്കെ. ഒരു കാലത്ത് ഒരു സിനിമാക്കാരനായിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല, എനിക്കത് ഇഷ്ടവുമല്ല. ഞാനൊരു സിനിമാക്കാരനാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഒരു സോക്കോൾഡ് സിനിമാ ജീവിതം എനിക്കില്ല. ഞാനൊരു അഹംഭാവത്തോടെയോ അഹങ്കാരത്തോടെയോ പറയുന്ന വാക്കുകളല്ലാതെ വളരെ ലളിതമായ ഒരു ജീവിതമാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരന്മാരും ഒക്കെ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത് പോലും ജോസ് പ്രകാശ് ഒരു സിനിമാ താരമായിരുന്നില്ല. താരമെന്ന പേര് അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഒരു കലാകാരനായിരുന്നു, സിനിമയെ സ്നേഹിച്ചയാളാണ്. ആ എളിമയും പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ
ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ജ്യേഷ്ഠനിൽ നിന്ന്. സിനിമയിലെ എല്ലാ തരത്തിലും എൻ്റെ ഗുരു ജോസ് പ്രകാശ് തന്നെയാണ്. ഇനി ഞാൻ എപ്പോൾ ആണെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന അദ്ദേഹത്തോടാണ്, എങ്ങനെ പെരുമാറണം, എങ്ങനെ വേണം. അപ്പം ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചിലർ അഭിനയിക്കാൻ ജ്യേഷ്ഠനെ വിളിക്കാത്ത, ചില ഡയറക്ടേഴ്സ് വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചുമ്മാ ഞാൻ എൻ്റെ ഒരു ക്രൈസ് കൊണ്ട് ചോദിക്കുമ്പോൾ പുള്ളി പറയും, നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വഴിമാറിയേക്കണം. നമ്മളെ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ നമ്മളായിട്ട് വഴിമാറിയേക്കണം. ഒരിക്കലും അങ്ങോട്ട് ചെല്ലരുത്, നമ്മൾ വഴിമാറി കൊടുത്തേക്കുക. കാരണം ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി ഉപദേശങ്ങളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ബൈബിളിലെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പുള്ളിയുടെ മകൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറയുമായിരുന്നു. വലിയ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു ജ്യേഷ്ഠൻ. 55 വർഷമായി മലയാള സിനിമാ രംഗത്ത് നിർമ്മാതാവും നടനുമായി തുടരുന്ന പ്രേംപ്രകാശിനെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. മനസ്സിനെ സ്പർശിക്കുന്ന ആകാശദൂത് പോലുള്ള നിരവധി സിനിമകൾ, കേൾക്കാൻ കൊതിക്കുന്ന, ഏറ്റുപാടാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ, എല്ലാറ്റിനും ഉപരിയായി സിനിമാ രംഗത്ത് പ്രവർത്തിച്ച് ലഭിച്ച നിരവധി അംഗീകാരങ്ങൾ, ഇതെല്ലാം പ്രേംപ്രകാശ് എന്ന നന്മയുള്ള മനുഷ്യനിലൂടെ മലയാളികൾക്ക് ലഭിച്ചു. കോട്ടയം BCM കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് പ്രൊഫസറായി വിരമിച്ച ഭാര്യ ഡേസി ലൂക്ക് തൻ്റെ കലാപ്രവർത്തനത്തെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. തിരക്കഥാകൃത്തുക്കളായ ബോബിയും സഞ്ജയും പിതാവായ പ്രേംപ്രകാശിൻ്റെ പാത പിന്തുടർന്ന് ചലച്ചിത്ര രംഗത്ത് സജീവമാണ്. മകൾ തങ്കം എലിസബത്ത് നല്ലൊരു ഗായിക കൂടിയാണ്. എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിൽ തങ്കം പാടിയ ഗാനം ശ്രദ്ധേയമാണ്. സിറ്റി ബാങ്കിൽ IT പ്രൊഫഷണലായ ആന്റണിയാണ് തങ്കം എലിസബത്തിൻ്റെ ഭർത്താവ്. പ്രാർത്ഥനയും എളിമയുള്ള ജീവിതവുമാണ് തൻ്റെ വിജയത്തിന് കാരണമെന്ന് പ്രേംപ്രകാശ് ഉറച്ചു വിശ്വസിക്കുന്നു.